ആലുവ പുഴയുടെ തീരത്ത് പെരിയാറിന്റെ കുഞ്ഞോളങ്ങൾ സദാ കീർത്തനം പാടുന്ന പുണ്യഭൂമി. ഭക്തിയും സംസ്കാരവും വിലയിച്ചു ചേർന്ന് അശരണർക്ക് ആശാകേന്ദ്രമായി വിളങ്ങുന്ന ആലുവ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദത്താത്രേയൻ്റെ 16 അവതാരങ്ങളിലുള്ള സിദ്ധരാജ ദത്താത്രേയ എന്ന പേരിലുള്ള ഒരു പ്രധാന പ്രതിഷ്ഠയാണ്. ദത്താത്രേയ സ്വാമിയോടൊപ്പം കാര്യസിദ്ധി ആഞ്ജനേയസ്വാമി, മഹാഗണപതി, നവഗ്രഹങ്ങളും നാഗരാജാവ് ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദത്ത ആഞ്ജനേയ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് മൈസൂരിലെ അവധൂത ദത്തപീഠത്തിൻ്റെ അധിപതിയായ പരമപൂജ്യ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയാണ്. കേരളത്തിൻ്റെ ഉദ്ഭവത്തിൻ്റെ കാരകനായിട്ടുള്ള പരശുരാമസ്വാമിക്ക് ഉപദേശം തന്നു ജ്ഞാനം പ്രദാനം ചെയ്തിട്ടുള്ള ദത്താത്രേയ സ്വാമിയാണ്. ആ ദത്താത്രേയ സ്വാമി പരശുരാമർക്ക് ത്രിപുര രഹസ്യം ഉപദേശിച്ച് മനസ്സിന് ശാന്തി ഉണ്ടാക്കി. അങ്ങനെ ഈ കേരളത്തിൻ്റെ ഉദ്ധാരകനായിട്ടുള്ള പരശുരാമനക്കും ദത്താത്രേയ സ്വാമിക്ക് ഗുരുശിഷ്യ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പരമപൂജ്യ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജി കേരളത്തിൽ ആ ദത്താത്രേയൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടാവണമെന്ന് സങ്കല്പിച്ചിട്ട് 1991 മാർച്ച് മാസത്തിൽ ഇവിടെ ശ്രീ സിദ്ധരാജ ദത്താത്രേയ സ്വാമി എന്ന പേരിൽ ഒരു ദത്താത്രേയ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആരാണ് ദത്താത്രേയ മുനി? മലയാളികൾക്ക് അധികം പരിചയമില്ല എങ്കിലും ഉത്തരേന്ത്യക്കാർക്ക് ചിരപരിചിതനാണ്. ആരാണ് ഈ ദത്താത്രേയ സ്വാമി? ദത്താത്രേയൻ എന്നാൽ അത്രി മഹർഷി അനസൂയ ദമ്പതികൾക്കു തപസ്സിൻ്റെ ഫലമായി ത്രിമൂർത്തികൾ അവരുടെ ആത്മദാനം ചെയ്തു. അവർ അത്രി അനസൂയ ദമ്പതികൾക്ക് ദത്തപുത്രരായി ജനിച്ചു. അങ്ങനെ അത്രി മഹർഷിക്ക് ഉണ്ടായിട്ടുള്ള ദത്തപുത്രനായതുകൊണ്ട് ദത്ത ആത്രേയൻ എന്ന പേരു നേടിയ ആ ബാലകൻ ത്രിമൂർത്തിയാത്മകമായിട്ടുള്ള 3 വിശേഷമായിട്ടുള്ള അവതാരങ്ങൾ സ്വരൂപനാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും വിശേഷമായിട്ടുള്ള കൈകളുള്ള ശംഖചക്രം, ശൂലം, ഡമരകം, അഭയഹസ്തം, വരമ, അക്ഷമാല, കമണ്ഡലം മുതലായവ ധരിച്ചിട്ടുള്ള ത്രിമൂർത്തി ഐക്യ അവതാരമാണ്. ത്രിമൂർത്തികളുടെ അംശാവതാരമാണ്. ഗുരുമാർഗ പ്രവർത്തകനാണ്. അങ്ങനെയുള്ള ദത്താത്രേയ സ്വാമിയുടെ ഉപാസന ഏറെ പ്രസിദ്ധമാണ്. എല്ലാവർക്കും മോക്ഷം ലഭിക്കണമെങ്കിൽ വിവിധ സമ്പ്രദായങ്ങളോട് കൂടി സാധന ചെയ്യണം, ആധ്യാത്മിക സാധന. അങ്ങനെയുള്ള ആ സാധന എളുപ്പമായ മാർഗത്തിൽ പ്രദാനം ചെയ്യുന്നവനാണ് ദത്താത്രേയ സ്വാമി. ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ് ദത്താത്രേയ മുനി എന്നാണ് വിശ്വസിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സാന്നിധ്യം ഈ ഋഷിവര്യനിൽ അന്തർലീനമായിട്ടുണ്ട്. ദത്താത്രേയ മുനിയിൽ നിന്ന് പരശുരാമൻ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. കേരളത്തിൽ ദത്താത്രേയ ക്ഷേത്രങ്ങൾ കുറവാണ്. മൈസൂരിൽ ധാരാളം ധ്യാനപീഠങ്ങൾ കാണാനാകും. അതുപോലൊരു ധ്യാനപീഠമാണ് ആലുവ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ഈ ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിന്റെ പിറവിക്ക് കാരണമായത് ഗണപതി സച്ചിദാനന്ദ സ്വാമിജി എന്ന ദീർഘവീക്ഷണമുള്ള സന്യാസിയുടെ പരിശ്രമഫലമാണ്. മൈസൂരിലെ അവധൂത ദത്താപീഠത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ഗണപതി സച്ചിദാനന്ദ സ്വാമിജി. ആ മഹാനായ ഗുരുവിന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് ഈ ക്ഷേത്രവും ധ്യാനപീഠവും ഉണ്ടായത്. 1999 ഡിസംബർ മാസത്തിൽ ആഞ്ജനേയസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഭക്തന്മാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അവരവരുടെ കർമാനുസരിച്ച് അതിൻ്റെ ഒരു മോചനമായിട്ടോ അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരമായിട്ട് ഏതെങ്കിലും ഒരു മാർഗം വേണം. അതുകൊണ്ടാണ് ഭക്തന്മാർ ക്ഷേത്രങ്ങൾക്ക് ചെന്ന് വിവിധമായ രൂപങ്ങളിലുള്ള പ്രദക്ഷിണകളും പൂജകളും മുതലായവയെല്ലാം സമർപ്പിക്കുന്നത്. കലിയുഗത്തിൽ വിശേഷമായ ഫലപ്രദാനം ചെയ്യുന്ന ആഞ്ജനേയസ്വാമിയുടെ പ്രതിഷ്ഠ ഇവിടെ വേണമെന്ന് സ്വാമിജി സങ്കല്പിച്ച് ഇവിടെ ആഞ്ജനേയസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ നടത്തി. വിശേഷം എന്താണ്? ഭക്തന്മാരുടെ കാര്യങ്ങൾ സിദ്ധി ഉണ്ടാക്കി തരുന്ന ആഞ്ജനേയസ്വാമി ആയതുകൊണ്ട് കാര്യസിദ്ധി ആഞ്ജനേയ എന്ന പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള പ്രതിഷ്ഠയാണ്. അതുകൊണ്ടും കാര്യസിദ്ധി ആഞ്ജനേയസ്വാമി എന്ന പേര് മാത്രമല്ല, ആ പേരിൻ്റെ സാർത്ഥകമായിട്ടുള്ള ഒരു വിശേഷമായ വ്രതം സ്വാമിജി ഇവിടെ ഭക്തന്മാർക്ക് വേണ്ടി ഉപദേശിച്ചിട്ടുണ്ട്.
ഭക്തന്മാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയ ശേഷം ആഞ്ജനേയസ്വാമിയുടെ തിരുസന്നിധിയിൽ ഒരു നാളികേരം സമർപ്പണം ചെയ്ത് അവരുടെ പേരുനാളിൽ പൂജ നടത്തിയ ശേഷം 41 പ്രദക്ഷിണം ചെയ്തു സ്വാമിനെ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ സ്വാമിയുടെ ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടും സമാധാനം ഉണ്ടാകും. സച്ചിദാനന്ദ ഗുരുവിനെ വണങ്ങി മുന്നോട്ട് നടന്നാൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ സോപാനവും നടമണ്ഡപവുമാണ്. സോപാനം സ്വർണ്ണ നിറത്താൽ ആലേഖനം ചെയ്തിരിക്കുന്നു. വൈഷ്ണവ തേജസ്സുള്ള ത്രിമൂർത്തി ഭാവവിശേഷം നമുക്ക് ഇവിടെ ദർശിക്കാനാകും. ശില്പചാരുതയുള്ള ദ്വാരപാലക ശില്പങ്ങളായ ജയവിജയന്മാരെ കണ്ടുവേണം ദത്താത്രേയ മൂർത്തിയെ വണങ്ങാൻ. തിരുപ്പതി ഭഗവാന്റെ പ്രതിഷ്ഠയോട് സാമ്യമുള്ള രൂപമായാണ് ഭക്തർക്ക് അനുഭവപ്പെടുക. ചുവന്ന മാലകളും എരിക്കിൻമാലയും ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. വൈഷ്ണവ ശൈവ സങ്കല്പങ്ങൾ ഉറപ്പിക്കുന്നതിനാണ് ഇത്തരം മാലകൾ സവിശേഷമായി ചാർത്തുന്നത്. ദത്താത്രേയ സ്വാമിയെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നാം ദർശിക്കുന്നത് ആഞ്ജനേയ സ്വാമിയെയാണ്. ചെറിയ വിഗ്രഹമാണ് ഹനുമാൻ സ്വാമിയുടേത്. പീഠത്തിൽ നിൽക്കുന്നതായിട്ടാണ് ആഞ്ജനേയ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു കൈയിൽ ഗദയും മറുകൈ അനുഗ്രഹമുദ്രയും ഏന്തുന്നു. കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി എന്നാണ് ഭഗവാൻ കീർത്തി നേടിയിട്ടുള്ളത്. ശൈവ സന്യാസ രൂപത്തിലുള്ള ആഞ്ജനേയനും മരുത്വാമല ചുമക്കുന്ന ഹനുമാൻ സ്വാമിയും ശില്പവൈചിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലുള്ള വിശേഷ പ്രതിഷ്ഠകളായ ശ്രീ ദത്താത്രേയ സ്വാമിക്ക് എല്ലാ മാസം പൗർണമി ദിവസത്തിൽ വിശേഷമായിട്ടുള്ള ഒരു പൂജ ഇവിടെ നിർവഹിക്കാറുണ്ട്. അതിൽ ദത്താത്രേയ സ്വാമിയുടെ മൂലമന്ത്രം, നവഗ്രഹ മന്ത്രങ്ങൾ കൊണ്ടും മഹാഗണപതി മന്ത്രങ്ങൾ കൊണ്ടുള്ള വിശേഷമായ ഒരു ഹോമം ചെയ്യും. അതിനുശേഷം തൈലാഭിഷേകം നടത്തും. ദത്താത്രേയ സ്വാമിക്ക് തൈലാഭിഷേകം വളരെ വിശേഷമാണ്. ജനങ്ങളുടെ ഭക്തന്മാരുടെ ഗ്രഹപീഡകളും ഗ്രഹബാധകളും അതുകൊണ്ടുള്ള ദോഷങ്ങൾ പരിഹാരത്തിനുമായി സ്വാമിജി ഉപദേശിച്ചിട്ടുള്ള ഒരു വിശേഷമായ പൂജയാണ് ഈ പൗർണമി പൂജ. ഇതിലെ ഭാഗമായി ഓരോ ഭക്തനും ഒരു പാത്രത്തിൽ എണ്ണ എടുത്ത് അവരവരുടെ മുഖത്തിൻ്റെ പ്രതിബിംബം ആ എണ്ണയിൽ കാണുക. അങ്ങനെ അവരുടെ പ്രതിബിംബം എണ്ണത്തിൽ കണ്ട ശേഷം ഇവിടെ അർച്ചകസ്വാമി അല്ലെങ്കിൽ ശാന്തിക്കാരനും പറയിപ്പിക്കുന്ന ഒരു സങ്കല്പം അവരും ചൊല്ലി അവരെ പേരുനാളിൽ സങ്കല്പിച്ചുകൊണ്ടുള്ള ആ എണ്ണ അവിടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച ശേഷം അവർ സമർപ്പിച്ച എണ്ണ കൊണ്ട് സ്വാമിക്ക് അഭിഷേകം ചെയ്യും. ശ്രീകോവിലുള്ളിലുള്ള ദത്താത്രേയ സ്വാമിയുടെ വിഗ്രഹത്തിൽ ഈ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു അതിനുശേഷം വിശേഷമായ പൂജകളെല്ലാം നടത്തും. അങ്ങനെയുള്ള ഈ പൗർണമി പൂജയാണ് ഈ ദത്താത്രേയ സ്വാമിക്കുള്ള വിശേഷ പൂജ. ഈ ദത്താത്രേയ സ്വാമിക്ക് മാർഗശിര മാസത്തിലുള്ള കൃത്തിക നക്ഷത്രം അല്ലെങ്കിൽ പൗർണമി ദിവസമാണ് ദത്താത്രേയ ജയന്തി എന്ന് പറയപ്പെടുന്ന വിശേഷ ഉത്സവം നടത്തുന്നുണ്ട്. ദത്താത്രേയ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം, തൈലാഭിഷേകം, ഹോമങ്ങൾ കൊണ്ടുള്ള വിശേഷമായ ഉത്സവം നടത്തുന്നത് ഈ മാർഗശിര മാസത്തിലുള്ള പൗർണമി. അതിനെ ദത്താത്രേയ ജയന്തി എന്ന് പറയപ്പെടും. ഇവിടെ നാം ദർശിച്ചാൽ നാളികേരങ്ങൾ ധാരാളമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഓരോ രസീതും അതിനോടൊപ്പമുണ്ട്. ഇവിടുത്തെ നാളികേര വഴിപാട് വളരെ പ്രത്യേകതകളുള്ളതാണ്. ഭക്തന്റെ എന്തു കാര്യവും നടക്കാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു നാളികേരവുമായി 3 തവണ ക്ഷേത്രത്തിൽ വലം വച്ച് അതൊരു പ്രത്യേക കൗണ്ടറിൽ ഏൽപ്പിക്കുക. ശേഷം 38 പ്രദക്ഷിണം വയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ 41 പ്രദക്ഷിണം. 41 പ്രദക്ഷിണം 41 ദിവസം വയ്ക്കുകയാണെങ്കിൽ നാം ഉദ്ദേശിച്ച എന്ത് കാര്യവും നടക്കുമെന്നാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കാര്യസിദ്ധി ആഞ്ജനേയ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി നവഗ്രഹ പ്രതിഷ്ഠയും കാണാവുന്നതാണ്. ക്ഷേത്രം വലം വച്ചു പോയാൽ നിരവധി ഗണപതി വിഗ്രഹങ്ങളും കാണാം. ഗണപതി വിഗ്രഹങ്ങൾ മാത്രമല്ല, ഗണപതിയുമായി ബന്ധപ്പെട്ട പുരാണ കഥാംശങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ആഞ്ജനേയ സ്വാമിക്ക് ഹനുമത് ജയന്തിയും വൈശാഖ മാസത്തിൽ ദശമി ദിവസം വരുന്ന ഹനുമത് ജയന്തിയാണ് ഈ ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തിയായി ഹനുമാൻ്റെ ബർത്ത്ഡേ ആയി
വിശേഷമായ പൂജാഹോമങ്ങൾ കൊണ്ടും ആരാധിക്കപ്പെടുന്നത്. അതിനോടൊപ്പം ആഞ്ജനേയസ്വാമിയുടെ പ്രതിഷ്ഠാദിനവും ദത്താത്രേയ സ്വാമിയുടെ പ്രതിഷ്ഠാദിനവും വിനായക ചതുർത്ഥി, ഭാദ്രപദ മാസം ശുക്ലപക്ഷ ചതുർത്ഥി ദിവസം വരുന്ന വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥി എന്ന് പറയപ്പെടുന്ന വിനായക ജയന്തിയും നവഗ്രഹ പ്രതിഷ്ഠാദിനവും ഈ ക്ഷേത്രത്തിൽ വളരെ വിശേഷമായി ആഡംബരമായി ഗംഭീരമായിട്ടുള്ള വേദമന്ത്രങ്ങൾ കൊണ്ടോ വേദസൂക്തങ്ങൾ കൊണ്ടുള്ള വൈദിക മാർഗത്തിലുള്ള പൂജയാണ് നടത്തുന്നത്. ഭൂമിയിൽ സ്വർഗതുല്യമായൊരു ധ്യാനപീഠമാണ് ആലുവ ദേശം സ്വർഗം റോഡിൽ വിളങ്ങുന്ന ദത്ത ആഞ്ജനേയ ക്ഷേത്രം. 41 ദിവസം കഠിനമായ വ്രതമെടുത്തു പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നാളികേരം വച്ചുള്ള മണ്ഡലപൂജ കഴിയുമ്പോൾ നാളികേരം തന്നെ പ്രസാദമായി ലഭിക്കുന്നു. നമ്മുടെ ശ്രേയസ്സിനായി ക്ഷേത്രഭൂമിയിൽ നിന്നു തന്നെ ഭഗവാൻ പ്രസാദവും നൽകി മടക്കി അയക്കുന്നു എന്ന ചാരിതാർത്ഥ്യവും ഈ മണ്ഡലപൂജ വ്രതത്തിനുണ്ട്. ആശ്രയമറ്റുവരുന്ന ഭക്തർക്ക് ഒരാശ്രയ കേദാരഭൂമിയാണ് ദത്ത ആഞ്ജനേയ ക്ഷേത്രം.